രാമ ഹായ് ആകാശ് അങ്കിൾ, ഗുഡ് മോർണിംഗ്. ഹായ് സീത. രാമ അവിടെ? റാം താഴേക്ക് വന്നല്ലോ, കണ്ടില്ലേ? കണ്ടില്ല, ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. അശോക്, ആ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടെ ചേർന്ന് എന്താ ഇപ്പൊ പരിപാടി? ചോദിച്ചിട്ട് സർപ്രൈസ് ആന്ന് പറഞ്ഞ് റാം ഒന്നും പറയുന്നുമില്ല. എന്താണ്? എന്റെ ഫ്രണ്ട് കാര്യം പറഞ്ഞു. അവനത് പറഞ്ഞില്ലെങ്കിൽ ഞാനും പറയില്ല. ഓക്കെ, ടാറ്റാ, ബൈ. രണ്ടുപേരും കണക്കാ. സീത, അശോക് എന്താ പറഞ്ഞത്? കണ്ടോ അമ്മേ, അവർ രണ്ടുപേരോട് ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചോദിക്കുമ്പോ സർപ്രൈസ് സർപ്രൈസ് എന്നും പറയുന്നു. സർപ്രൈസോ? അതിന് മാത്രം എന്താ സർപ്രൈസ്? അതാ അവര് പറയണ്ടേ. ബഡി ബംഗരമ്മ ആന്റി, എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം, കേട്ടോ? സർപ്രൈസ് എന്താണെങ്കിലും അത് സീതമ്മയ്ക്ക. നിങ്ങൾക്കതൊരു ഷോക്കാ. എടാ, നിനക്കെന്താടാ ഇവിടെ പരിപാടി? രാമ, ഏയ്, നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. എന്തു പറ്റിയടാ? എടാ, ഇന്നലെ സുബി വീട്ടിലേക്ക് വരുന്നത്. ഒരർത്ഥത്തില് സിഹിയ വീട്ടിലേക്ക് വരുന്നത്. ഇങ്ങനെ സന്തോഷിക്കേണ്ട സമയത്ത് എന്താടാ കണ്ണ് നിറച്ചിരിക്കുന്നേ? സുബി ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ സുബിക്ക് എന്റെ മകളുടെ നഷ്ടം നികത്താൻ സാധിക്കൂ? എന്റെ മകളെ സിഹിക്ക് പകരുവാൻ ആർക്കെങ്കിലും പറ്റുമോ? ഉണ്ട്, എനിക്കൊരു റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അത് സുബിയാ. അവള് വന്നാ സീതമ്മക്കെല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞു കൊടുക്കാം ആഘോഷ് അങ്കിൾ. എന്റെ മകളോട് ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അവളുടെ സ്ഥാനത്തേക്ക് ഞാൻ മറ്റൊരു കുട്ടിയെ കൊണ്ടുവരാൻ പോകുന്ന കാര്യം. അതാ എനിക്കൊരു തരം ഗിൽറ്റി തോന്നുന്നു അശോക. എടാ, നമുക്കിപ്പോ എന്താ ഇമ്പോർട്ടന്റ് എന്ന് പറ. സീതയുടെ ഹെൽത്ത് അല്ലേ? സീതയ്ക്കെല്ലാം ഭേദമാകണ്ടേ? അതിനു വേണ്ടി നമ്മളൊരു കുട്ടിയെ കൊണ്ടുവന്നപ്പോ ആ കുട്ടിയെ സീത അംഗീകരിച്ചതേ ഇല്ല. പക്ഷെ സുബിയെ സീത സിഹിയായിട്ട് തന്നെയാ കാണുന്നേ. സുബിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന സീതയ്ക്ക് ഉറപ്പായിട്ടും ഭേദമാകും. അവിടെ സൂര്യാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു, ഞാൻ തന്ന സമയം കഴിഞ്ഞു, സീതയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ആക്കണം എന്നൊക്കെയാ പറയുന്നത്. ഇല്ല അശോക, ആ ടെനിക്കോ സീത ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതിനാടാ ഞാൻ പറയുന്നേ, പോയി ഈ സുബിയെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്. അതേടാ, സീതയ്ക്ക് ഭേദമായ മാത്രം മതി എനിക്ക്. ഭേദാകൂടാ. സീതയ്ക്ക് ഭേദാവുന്നോ? എങ്ങനെയാടപ്പു? മേമ, അത് ഞാൻ വന്ന ശേഷം. മേമ, നിങ്ങള് ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങള് സംസാരിച്ചൊക്കെ നിങ്ങൾ കേട്ടോ? ഇല്ല, സീതയ്ക്ക് ഭേദാവൂന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കാര്യം എന്താടപ്പു? മേമ, അത് ഞാൻ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ. ഞങ്ങൾക്ക് ഇപ്പൊ പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, വന്നിട്ട് പറയാം. നിങ്ങൾ അനുഗ്രഹം വേണം മേമ. ബ്ലെസ് മീ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് മേമ. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് റാമിനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എൻ്റെ ഫ്രണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട്. മുമ്പത്തെ പോലെയെല്ലാം പറയില്ല. അവൻ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം.
ഡോണ്ട് വെറി. എന്റെ അപ്പു എന്റെ അടുത്ത് നിന്നൊന്നും മറച്ചു വെക്കില്ല. ഏത് കാലത്താ മേമ നിങ്ങളുള്ളത്? കാലം മാറും മേമ. കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. മുകളിലുള്ളവർ താഴെ വന്നേ പറ്റൂ. ബി പ്രിപ്പയർഡ്. മറച്ചുവെച്ച സത്യങ്ങള് ചിലപ്പോ പുറത്ത് വന്നേക്കാം. കെയർഫുൾ. വടി പങ്കരമാൻഡി, നിങ്ങളുടെ മുഖം എന്താ ഇങ്ങനെ ആയത്? ചേച്ചി, എന്റെ സുബിയ മുത്തശ്ശൻ ഇങ്ങോട്ട് വന്നിരുന്നോ? വന്നില്ലല്ലോ മോളെ. ജാക്കി, കുട്ടിലിംഗ, സുബിയെ കണ്ടോ? ഇല്ല കാവേരി ചേച്ചി, എല്ലായിടത്തും ഞങ്ങൾ നോക്കി. ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും പോയി നോക്കി. സുബി അവിടെ കണ്ടില്ല. ഇവരിത് എങ്ങോട്ടാ പോയേ? അതെനിക്കും ഡോണ്ട് അണ്ടർസ്റ്റാൻഡിങ്. ഇവരെങ്ങോട്ടാ ഈ പോയത്? അല്ല, മുത്തശ്ശൻ നമ്മളെ കൂട്ടാതെ സുബിയെ മാത്രം എങ്ങോട്ടാ കൊണ്ടുപോയത്? അറിയില്ല കുഞ്ഞ. എങ്ങോട്ടാണെങ്കിലും നമ്മളോട് പറയാതെ മുത്തശ്ശനാണെങ്കിലും സുബിയാണെങ്കിലും ഇതുവരെ പോയിട്ടില്ല. എന്നിട്ടിപ്പൊ എങ്ങോട്ടാ പോയത്? ജാക്കി ചേട്ടാ, മുത്തശ്ശനൊന്ന് ഫോൺ ചെയ്തേ. എടാ, നിന്റെ മുമ്പിൽ നില ഞാൻ വിളിച്ചേ. ഫോൺ സ്വിച്ച് ഓഫ് അല്ലായിരുന്നോ? ഓ ശരിയാണല്ലോ. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. ഓ, ഇന്നാണെങ്കിൽ ശ്രീരാം ദേശായി സുബലക്ഷ്മിയെ കൊണ്ടുപോകാൻ വരികയും ചെയ്യും. വാട്ട് ടു സേ? അവര് വന്ന അവരോട് നമ്മൾ എന്ത് പറയും? വരൂ. സർ, കം സർ. സർ, പ്ലീസ് സിറ്റ്. നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ ഡ്രസ്സാ. കുഴപ്പമില്ല, വാങ്ങിക്കോളൂ. മടിയൊന്നും കാണിക്കണ്ട. ഇതൊന്ന് വാങ്ങിക്കുന്നേ പ്ലീസ്. വാങ്ങിക്കോ, നിങ്ങൾക്കുള്ളത് ഫ്രൂട്ട്സ് വാങ്ങിക്കോ. സുബി അവിടെ കാണുന്നില്ലല്ലോ. എവിടെ? സുബലക്ഷ്മി കളിക്കാൻ പോയതാണോ? സാറേ, അത് സുബി ഇവിടെ ഇല്ല. ഇല്ലാന്ന് വെച്ചാ? നോക്ക്, ഞങ്ങളെ കളിപ്പിക്കരുത്. ഞങ്ങൾക്ക് ശരിക്കും സമയമില്ല. ഞങ്ങൾക്ക് സുബി ഇന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം.
വിളിക്ക്. പ്ലീസ്. സർ, ഞങ്ങൾ സത്യ പറയുന്നേ, സുബിയും മുത്തശ്ശനും വീട്ടിലില്ല. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ സുബി, 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 സുബലക്ഷ്മി, സുബലക്ഷ്മി, നിങ്ങളുടെ മുത്തശ്ശനോടെ? മുത്തശ്ശനെയും അവളെയും കാണുന്നില്ല സർ. ഇല്ലാന്ന് പറഞ്ഞ എവിടെ പോയി? നിങ്ങളോടൊക്കെ എന്റെ പ്രോബ്ലം എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. സുബി വീട്ടിലേക്ക് വന്നാലേ എന്റെ ഭാര്യയ്ക്ക് ഭേദമാകൂ. പ്ലീസ് സിഹിയെ വിളിക്ക്. ഐ മീൻ സുബിയെ വിളിക്ക്. ഞങ്ങൾക്ക് ഉടനെ അവളെ കൊണ്ടുപോകണം. എന്നെ വിട്ടുപോകല്ലേ മോളെന്ന് പറയണമെന്നുണ്ട് എനിക്ക്. പക്ഷെ അതിന് പറ്റുന്നില്ലല്ലോ. എന്നുവെച്ചാ സുബിയുടെ മുത്തശ്ശൻ ഞങ്ങളുടെ കൂടെ വിടാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് വേറെ എങ്ങോട്ടും കൊണ്ടുപോയോ അവളെ? എന്റെ ഡൗട്ട് ഞാൻ ഇവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും? നോക്ക്, ഞങ്ങളുടെ ക്ഷമ നിങ്ങൾ പരീക്ഷിക്കരുത്. ഉണ്ടായത് എന്താന്ന് തെളിച്ച് പറ. സാർ ഞങ്ങൾക്കും അറിയില്ല സാർ. രാവിലെ തുടങ്ങി സുബിയും മുത്തശ്ശനെയും ഇവിടെ കാണുന്നില്ല സാർ. ഞങ്ങളും എല്ലായിടത്തും പോയി തെരഞ്ഞു. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ? നിങ്ങൾ കളിക്കുവാണോ ഞങ്ങളോട്? അവരോട് ചൂടാവാതെ. പിന്നല്ലാതെ അവരെ കാണുന്നില്ലെന്ന് പറഞ്ഞ എന്താണ് അർത്ഥം? ഞങ്ങൾക്കൊന്നും അറിയത്തില്ല സാറേ. എടാ, ഈ കുട്ടികൾ കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാമിയും സുബിയും എങ്ങോട്ടെങ്കിലും പോയതാണെങ്കിലോ? പക്ഷെ എങ്ങോട്ടാ പോയത്? ഞങ്ങൾക്ക് അറിയുന്ന എല്ലായിടത്തും ഞങ്ങൾ നോക്കി. മുത്തശ്ശനെ സുബി എവിടെയും കാണുന്നില്ല. അവര് ഞങ്ങളെ വിട്ട് പോവാറില്ല. കരയണ്ട, നമുക്ക് അന്വേഷിക്കാം. അവര് ഡെയിലി എവിടേക്കാ പോകുന്നതെന്ന് അറിഞ്ഞാൽ നമുക്ക് പോയി അന്വേഷിക്കാം. നമുക്ക് അവരെ പോയി കണ്ടുപിടിക്കാം. ശരി സാറേ. വരൂ. വരാം. ഭാർഗു, എന്താ ഭാർഗു ഇത്? മാച്ച് കഴിഞ്ഞ സ്റ്റേഡിയം പോലെ ഇങ്ങനെ എല്ലാം കാലിയായിട്ട് കിടക്കാണല്ലോ. രണ്ട് ടീമിന്റെയും ക്യാപ്റ്റൻസ്, ഒരു ക്യാപ്റ്റൻ സീത, മറ്റേ ക്യാപ്റ്റൻ നീ. നിങ്ങൾ മാത്രമല്ലോ. നമ്മുടെ അമ്പയർ അച്ഛൻ എവിടെ പോയി? സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ സാധന അവളെവിടെ പോയി? നിന്റെ അച്ഛൻ അമ്പയറില്ലേ, ആള് മന്ത്ലി ചെക്കപ്പിന് പോയി. ആളുടെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ സാധനയും കൂടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഓഹോ, അപ്പോ എന്തോ പുതിയ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നർത്ഥം. ഗെയിം പ്ലാൻ ചെയ്യുന്നത് ഇപ്പൊ ഞാനല്ല, രാമ എന്റെ അശോക. സീതയ്ക്ക് ഭേദാവുന്ന വലിയ കോൺഫിഡൻസിൽ സംസാരിക്കുന്നുണ്ട്. അതെങ്ങനെയാ ഭാർഗു? അതെനിക്കും പിടികിട്ടിയിട്ടില്ല. ആ രാമന്റെ വായി താഴിട്ട് പൂട്ടിയ അശോകൻ എനിക്ക് യാതൊരു രീതിയിലും പ്ലാൻ കിട്ടാത്ത രീതിയിലാണ് കളിക്കുന്നത്. ഇനി എന്ത് സംഭവിച്ചാലും സീതയ്ക്ക് ഭേദമാവാൻ പാടില്ല. ശരി, അതിനിപ്പോ നിന്റെ സ്ട്രാറ്റജി എന്താ? രാമന്റെ പ്ലാൻ വർക്ക് ആവുന്നതിന് മുൻപേ സീത ഹോസ്പിറ്റലിലേക്ക് എത്തണം. അഥവാ രാമൻ മാന്ത്രികമാനെ പിടിച്ചുകൊണ്ടുവരുന്നതിന് മുൻപ് ഹോസ്പിറ്റലിൽ നിന്ന് പുഷ്പക വിമാനത്തിൽ സീതയെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകണം, അതല്ലേ? നിനക്കൊരു ഹോസ്പിറ്റലിലെ നമ്പർ അയച്ചിട്ടുണ്ട്, അവരെ ഒന്ന് വിളിച്ചിങ്ങോട്ട് വരാൻ പറ. ഞാനെന്തോ ക്ലയന്റ് മെസ്സേജ് ആണെന്ന് വിചാരിച്ചേ. നിന്റെ മെസ്സേജ് ആയിരുന്നോ? പക്ഷെ സീതയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ഭാർഗവ്. ഇപ്പൊ കുഴപ്പമില്ല, നീയൊന്ന് വിളിക്ക. നിനക്കതൊന്നും മനസ്സിലാവില്ല. പറഞ്ഞ കാര്യം മാത്രം ചെയ്യാം.
മുത്തശ്ശ മുത്തശ്ശ എഴുന്നേക്ക്. മുത്തശ്ശ എഴുന്നേക്ക് മുത്തശ്ശ. ഇതേതാ സ്ഥലം? നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും പറ മുത്തശ്ശ, എനിക്ക് പേടിയാവുന്നുണ്ട്. സുബി, ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാ ശ്രീരാം ദേശായി വന്ന് നിന്നെ കൊണ്ടുപോകും. ആ, ഇന്ന് ഞാൻ അവരുടെ കൂടെ പോവേണ്ടതല്ലേ? പക്ഷേ നിന്നെ പറഞ്ഞയക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മൾ ഇവിടെയാണെങ്കിൽ അവരത് അറിയില്ല. 1-2 ദിവസം അന്വേഷിച്ചിട്ട് അവര് തിരിച്ചു പോയിക്കോളും. അതുകൊണ്ട് നീ ആരുടെ കണ്ണിപ്പെടാതെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, കേട്ടോ? അപ്പൊ കുട്ടലിംഗൻ, ജാക്കി ചേട്ടൻ, കാവേരി ചേച്ചി അവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ? അവരുടെ കാര്യം അവര് നോക്കിക്കോളും. അത് പറ്റില്ല. എന്താ മോളെ? എനിക്ക് ശ്രീരാം ദേശായിന്റെ വീട്ടിലേക്ക് പോകണം. അവരുടെ കൂടെ പോകാൻ നിനക്ക് ഇഷ്ടമായിരുന്നില്ലല്ലോ, എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നേ? അതെ, ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ആ ശ്രീരാം ദേശായിയുടെ പൈസ മേടിച്ചതല്ലേ. നമ്മൾ ചോദിച്ചേക്കാൾ കൂടുതൽ പൈസ അവര് തന്നതാ. ഞാൻ അവരുടെ കൂടെ പോകുന്നവര് വിശ്വസിച്ചിട്ടല്ലേ. ഇതിപ്പോ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ മുത്തശ്ശ? ഇതിലിപ്പോ തെറ്റ് ശരിയൊന്നുമില്ല. ഈ മുതലാളിമാർക്ക് എല്ലാവരെയും പണം കൊടുത്ത് വാങ്ങാൻ പറ്റുമെന്നാ വിചാരിച്ചേക്കുന്നേ. അവരുടെ വീട്ടില് അയാളുടെ മകളില്ലത്രേ, അതുകൊണ്ട് നിന്നെ കൊണ്ടുപോകണമെന്നത്രേ. അതെന്താ ശരിയാണോ? ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല. അവരെന്ത് വേണേലും ചെയ്തോട്ടെ, നമുക്കെന്താ? ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും പോയി കൊണ്ടുവരട്ടെ? എനിക്കൊന്നും വേണ്ട. അതെന്താ മോളെ? മുത്തശ്ശ, നമ്മൾ തെറ്റായി ചെയ്യുന്നേ. ഞാനിപ്പോ പോയില്ലെങ്കിൽ അവർ ചതിക്കുന്ന പോലെ ആവില്ലേ? എന്റെ അമ്മ പറയാറുണ്ടല്ലോ, ഒരാളെയും ചതിക്കാൻ പാടില്ല എന്ന്. മാത്രമല്ല, നമ്മൾ നമ്മുടെ ആൾക്കാരെ ചതിക്കാനേ പാടില്ല എന്ന്. ഏയ്, മിണ്ടാതിരിക്കെ. ഫിലിം ഷൂട്ടിങ്, സീരിയൽ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് അവര് നിന്നെ ചതിച്ചല്ലേ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നേ. ചതിക്ക് ചതി, പണിക്ക് പണി, കുഴപ്പമില്ല. എന്തിനാ കരയുന്നത് സുബി? ഈ മുത്തശ്ശനെ വിട്ടുപോകാൻ നിനക്കും മനസ്സില്ലല്ലോ. എന്റെ മോള് എന്റെ കൂടെ നിന്നോ, കേട്ടോ? ഇല്ല, നമുക്ക് വീട്ടിലേക്ക് പോവാം മുത്തശ്ശ. വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല. വാശി പിടിക്കൊന്നും വേണ്ട. സുബി, നീ ഇവിടെയാണോ? അവിടെ അക്കോശങ്കളും അച്ഛനും നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നീ ഒന്നും പറയണ്ട. നിന്റെ മുത്തശ്ശൻ നിന്നെ ഇവിടെ പൂട്ടിയിട്ടതാണോ? ശരിയാക്കിക്കോളാം. അശോക, ഇപ്പൊ എന്താണ് ചെയ്യുക? സുബി എവിടെയും കാണുന്നില്ലല്ലോ. ആ സ്വാമി സുബിയെ എങ്ങോട്ടെങ്കിലും മാറ്റിയതായിരിക്കും. അവന് സുബിയെ നമ്മുടെ കൂടെ വിടാനായിട്ട് താല്പര്യമില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്. എടാ, സുബി വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ സീത നമ്മുടെ കൈവിട്ട് പോകും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ ഹോസ്പിറ്റലിലേക്ക് ആക്കണമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ വാശിയില്ല. ഓ ഗോഡ്. മോളെ, അച്ഛനെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. എന്താ ചെയ്യേണ്ടെന്ന് പോലും അറിയില്ല. അച്ഛാ, സുബിയും പിന്നെ മുത്തശ്ശനും എവിടെയാണെന്ന് എനിക്ക് അറിയാം. അവരാ
അശോക എടാ നമ്മൾ ഇപ്പോഴേ പ്രതീക്ഷ കൈവിടാൻ പാടില്ല. നീ കാർ എടുക്ക്, നമുക്കൊന്ന് പുറത്തു പോയി നോക്കാം. നീ വണ്ടി എടുക്ക്. ബാ, നിങ്ങളും ബാ, വേഗം കയറ്. ഞാൻ ഇവരുടെ കൂടെ പോവും. ആ കേറ്. ആ കയറിക്കോ.